കൊയ്ത്ത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിച്ചില്ല. കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിൽ 22 ഏക്കർ വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ കർഷകർ വിഷം തളിച്ച് നശിപ്പിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമായി. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. 3 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കടവല്ലൂർ മുക്കൂട്ട റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. നമസ്കാരം. വാർത്തകൾ വിശദമായി. നെല്ലുവില ലഭിക്കാത്തതിൽ കർഷകരുടെ പ്രതിഷേധം. വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വിഷം തളിച്ച് നശിപ്പിച്ചു. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിലെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. ഇരു പാടശേഖരങ്ങളിലുമായി 20 ഏക്കറോളം കൃഷിയിടത്തിൽ വിരിപ്പ് കൃഷി ചെയ്യുന്നതിന് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ വിത്ത് വാങ്ങി തയ്യാറാക്കിയ ഞാറ്റടികളാണ് പറിച്ചു നടാൻ പണമില്ലാത്തതിനാൽ വിഷം തളിച്ച് നശിപ്പിച്ചത്. ലോൺ എടുത്തും സ്വർണം പണയം വെച്ചുമാണ് കർഷകർ ഇവിടെ മുണ്ടകൻ കൃഷി ഇറക്കിയത്. നെല്ല് സംഭരിച്ച വകയിൽ ലക്ഷങ്ങളാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. കൃഷിഭൂമി തരിശിടാതെ കൃഷി ഇറക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുമ്പോഴും കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറാകുന്നില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിരിപ്പു കൃഷി ഉപേക്ഷിക്കുന്നതോടൊപ്പം വരും വർഷങ്ങളിൽ മുണ്ടകൻ കൃഷിയും വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനമെന്ന് കർഷകരായ രമേശ്, മണികണ്ഠൻ, സതീഷ് കുമാർ, നസീർ, അപ്പു, കുട്ടൻ തുടങ്ങിയവർ പറഞ്ഞു. 20 ഏക്കറിൽ ഉള്ള ഞാറ്റടിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ എന്താണ് അവസ്ഥ വെച്ചാൽ കഴിഞ്ഞ മുണ്ടകൻ സീസണിൽ കൊണ്ടുപോയ നെല്ലിൻ്റെ പൈസ ഇനി കിട്ടാൻ കിടക്കുക. ഇനി ഇതിപ്പോൾ നട്ട് നമുക്കൊരു വളം ഇട്ട് വരണമെങ്കിൽ ഈ 20 ഏക്കർ കൃഷി ആക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പണം എന്ന് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. ഇതിപ്പോൾ എനിക്ക് 22 ദിവസമായി. അപ്പോൾ നടാൻ പാകമായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലായതുകൊണ്ട് നമ്മൾ ഈ കൃഷി ഉപേക്ഷിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭവും കാരണം കഴിഞ്ഞ മുണ്ടകൻ കൃഷി കർഷകരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. മേഖലയിൽ വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇപ്പോൾ വിരിപ്പു കൃഷി ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ട സംവിധാനങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ നെൽകൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. TCV കുന്നംകുളം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ചൂണ്ടൽ മുതൽ കൈപ്പറമ്പ് വരെയുള്ള തകർന്ന റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിബി രാജീവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത ഉടൻ സഞ്ചാരയോഗ്യമാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞയാഴ്ച മഴയൊഴിഞ്ഞിട്ടും പണികളൊന്നും നടന്നില്ല. മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാത്തതും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് പുനർനിർമ്മാണത്തിന് KSTPക്ക് കൈമാറിയിരിക്കുകയാണ്. റോഡ് പണി ഏറ്റെടുത്തിരുന്ന കരാറുകാർ പണി നിർത്തിപ്പോകുകയും ചെയ്തു. മഴവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള 5 കിലോമീറ്ററിൽ ദുരിതയാത്രയാണ്. ചില സമയങ്ങളിൽ കേച്ചേരി മുതൽ ചൂണ്ടൽ പാലം വരെയും വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകും. ഈ റോഡിൽ വർഷങ്ങളായി താൽക്കാലികമായി കുഴിയടക്കൽ മാത്രമാണ് നടക്കുന്നത്. കോൺഗ്രസ് കൌൺസിലർ ഷാജി ആലിക്കൽ, മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് AM നിതീഷ്, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഉണ്ണി ഏറത്ത്, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ജെറി P. രാജു തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച റെഡ് അലർട്ടുണ്ട്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കർണാടക തീരം മുതൽ കേരള തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയാണ് മഴ ശക്തമാകാൻ കാരണം. വരും ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 3 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കടവല്ലൂർ മുക്കൂട്ട റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. ജലജീവൻ പദ്ധതിക്ക് വേണ്ടി കുഴിച്ച റോഡിൽ മെറ്റൽ കൊണ്ടുവന്നിട്ടതിന് ശേഷം പണി പൂർത്തിയാക്കാത്തത് നാട്ടുകാർക്ക് കൂടുതൽ ദുരിതമാകുകയാണ്. മെറ്റൽ റോഡിൽ പരന്നതുമൂലം ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവാകുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. കടവല്ലൂർ വടക്കുമുറി റോഡിലാണ് റോഡിന്റെ ഒരു വശം നിറയെ മെറ്റൽ നിരത്തി കരാറുകാരൻ സ്ഥലം വിട്ടത്. മഴ പെയ്തതോടെ റോഡരികിൽ പലയിടത്തും കാനയില്ലാത്തതും മഴവെള്ളം റോഡിലെ കുഴികളിൽ കെട്ടിനിൽക്കുന്നതുമാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. കടവല്ലൂർ ഹൈസ്കൂളിലേക്കും ചാലിശ്ശേരി സ്കൂളിലേക്കും നിരവധി വിദ്യാർത്ഥികളാണ് ഇതുവഴി കടന്നുപോകുന്നത്.
3 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വടക്കുമുറി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി റീടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം. രാമവർമ്മപുരത്തുള്ള ഫയർ അക്കാദമിയിലെ നീന്തൽക്കുളത്തിൽ ഇനി പൊതുജനത്തിനും നീന്തൽ പരിശീലനത്തിന് അവസരമൊരുങ്ങുന്നു. ഒളിമ്പിക്സ് മാതൃകയിൽ നീന്തൽക്കുളമുള്ള വിയ്യൂരിലെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിലെ നീന്തൽക്കുളമാണ് പൊതുജനങ്ങൾക്ക് നീന്തൽ പരിശീലനത്തിനായി തുറന്നുകൊടുക്കുന്നത്. ജലാശയത്തിലും വെള്ളക്കെട്ടിലും വീണുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങൾക്ക് നീന്തൽ പരിശീലനം നൽകുകയെന്ന ഉദ്ദേശത്തോടെയാണ് ചെറിയ തുക ഫീസ് വാങ്ങി നീന്തൽക്കുളം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നത്. ദിവസം 1 മണിക്കൂറിന് 100 രൂപയും മാസം 2000 മുതൽ 2500 രൂപയുമാണ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇടമലയാർ കനാൽ കേസിൽ പ്രതികളെ തൃശൂർ വിജിലൻസ് കോടതി ശിക്ഷിച്ചു. 44 പ്രതികൾക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. ഒരാളെ കുറ്റവിമുക്തനാക്കി. തൃശൂർ വിജിലൻസ് കോടതിയാണ് ശിക്ഷിച്ചത്. സർക്കാരിന് 1 കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായി എന്നതാണ് കേസ്. ചാലക്കുടി വലതു കനാൽ പുനരുദ്ധാരണത്തിലാണ് അഴിമതി. കനാൽ അഴിമതി സംബന്ധിച്ച് 2005 വിജിലൻസ് ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കനാൽ നിർമ്മാണത്തിലെ 42 പ്രവർത്തികളിലാണ് അഴിമതി നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. കനാൽ നിർമ്മാണത്തിന് ഉപയോഗിച്ച സിമന്റ്, മണൽ, കരിങ്കല്ല് എന്നിവയിൽ വ്യാപകമായ വെട്ടിപ്പ് നടന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇടമലയാർ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ വലതുകര കനാൽ നവീകരണത്തിൽ അഴിമതി ആരോപിക്കപ്പെട്ട കേസിന് 2 പതിറ്റാണ്ടിന്റെ പഴക്കം. തുമ്പൂർമുഴിയിൽ നിന്നും തുടങ്ങുന്ന വലതുകര കനാലിൽ 2004 നടന്ന നവീകരണത്തിലാണ് വിജിലൻസ് അപാകതകൾ കണ്ടെത്തിയത്. 42 ഭാഗങ്ങളായി തിരിച്ചു നടത്തിയ പ്രവർത്തികളിൽ 105 ലക്ഷം രൂപ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നാണ് തൃശൂർ വിജിലൻസ് സംഘം കണ്ടെത്തിയത്. നവീകരണം പൂർത്തിയാകുന്നതിന് മുമ്പ് പലയിടത്തും കോൺക്രീറ്റ് ഇടിഞ്ഞ് കുറ്റിക്കാട് സ്വദേശി പടിഞ്ഞാക്കര ജേക്കബാണ് ആദ്യമായി ഇത് സംബന്ധിച്ച് വിജിലൻസിൽ പരാതി നൽകിയത്. സർക്കാരിന് സംഭവിച്ച നഷ്ടം നികത്തുന്നതിന് പ്രസ്തുത തുക പ്രതികളായ 37 കോൺട്രാക്ടർമാരിൽ നിന്നും നേരത്തെ ജലസേചന വകുപ്പ് ഈടാക്കിയിരുന്നു. ഇതിനു പുറമെ കേസ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ 40 ലക്ഷം രൂപയും ഈടായി അടപ്പിച്ചിട്ടുണ്ട്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു ഇത്. ബസ്സിനുള്ളിൽ മാല മോഷണത്തിന് ശ്രമിച്ച യുവതിയെ ബസ് യാത്രക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പട്ടാമ്പിയിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന ബസ്സിലാണ് ഒന്നാംകല്ല് സ്റ്റോപ്പിൽ നിന്നും കയറിയ യുവതി ബസ്സിലെ യാത്രക്കാരിയായ വയോധികയുടെ മാല കവരാൻ ശ്രമിച്ചത്. തമിഴ്നാട് സ്വദേശി കോയമ്പത്തൂർ രാജപാളയം ഗായത്രിയെ ബസ്സിലെ യാത്രക്കാരും ജീവനക്കാരും പിടികൂടി വടക്കാഞ്ചേരി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പാലക്കാട് തിരുമിറ്റക്കോട് എഴുമങ്ങാട് അമ്പലപ്പാട്ട് പറമ്പിൽ വീട്ടിൽ അമ്മിണിയുടെ മാലയാണ് കവരാൻ ശ്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തു. കുന്നംകുളത്ത് സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടെ വീണ്ടും സംഘർഷം. കുന്നംകുളം ടൗൺഹാളിൽ ഉച്ചയ്ക്ക് 1:30 സംഘർഷമുണ്ടായത്. ശനിയാഴ്ച രാത്രി വിദ്യാർത്ഥികൾ ഇന്റർപോളി കലോത്സവം നടക്കുന്ന കുന്നംകുളം കിഴൂരിലെ പോളിടെക്നിക് കോളേജിന് മുൻപിലെ റോഡിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ടൗൺഹാളിൽ സംഘർഷമുണ്ടായത്. ടൗൺഹാളിലേക്ക് കൂട്ടമായി എത്തിയ വിദ്യാർത്ഥികളെ കണ്ട് പോലീസ് ഇവരെ തടയാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടാവുകയുമായിരുന്നു. സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ അഞ്ചേരിച്ചിറ MR റോഡ് നിവാസികൾക്ക് റോഡ് വികസനം എന്നത് കേവലം സ്വപ്നമായി അവശേഷിക്കുകയാണ്. മഴക്കാലത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ട് പ്രദേശവാസികൾക്ക് തീരാ ദുരിതമാണ് സമ്മാനിക്കുന്നത്. 1 കിലോമീറ്ററോളം ദൂരമുള്ള റോഡിൽ ടാറിംഗ് നടത്തിയിട്ട് 13 വർഷം കഴിഞ്ഞു. 3 മാസം മുൻപ് കുടിവെള്ള പൈപ്പിടലിനായി കുത്തിപ്പൊളിച്ചതോടെ റോഡിന്റെ അവസ്ഥ കൂടുതൽ മോശമായി. 100ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ പ്രധാന റോഡായതിനാൽ നവീകരണം ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അഞ്ചേരിച്ചിറ തൊട്ട് MR റോഡ്, സൊസൈറ്റി റോഡ് വരെ വരുന്ന റോഡ് പണി കഴിഞ്ഞിട്ട് 13 കൊല്ലം കഴിഞ്ഞു.
3 കൗൺസിലർമാരായി. ഞങ്ങൾ ഈ അടക്കം എസ്റ്റിമേറ്റ് എടുത്തു. അതൊക്കെ കൗൺസിലിൽ വന്നപ്പോഴത്തേക്ക് അയാളുടെ കാലാവധി കഴിഞ്ഞു. പിന്നെ ആ സാധനം എടുത്തില്ല. രണ്ടാമതൊരു മാസ് പെറ്റീഷനൊക്കെ തയ്യാറാക്കി ഒക്കെ ശരിയാക്കി കൊടുത്ത് എഇനെ കൊണ്ടുവന്ന് അത് MR റോഡ് അഞ്ചേരി ചിറ വരെയുള്ള സ്നേഹിതീറ റോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുത്തു. കഴിഞ്ഞ കൗൺസിലിൽ വന്നപ്പോൾ ആ സാധനം മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അതാണ് ഉണ്ടായത്. പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന നവജ്യോതി നഗർ റോഡിനേക്കാൾ താഴ്ന്ന സ്ഥിതി ചെയ്യുന്നതിനാൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. സമീപത്തെ തോടുകളിൽ നിന്നടക്കം വെള്ളം ഇവിടേക്ക് ഒഴുകിയെത്തുന്നതും ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഇതിന് പുനരുദ്ധാരണ പാക്കേജ് എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഒപ്പം യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ MR റോഡിൽ നിന്ന് സ്നേഹതീരം വഴി അഞ്ചേരിച്ചിറ റോഡ് യാഥാർത്ഥ്യമാക്കണം. അതുപോലെ തന്നെ നവജ്യോതി നഗറിൽ ഇടച്ചാല് ഇവർക്ക് നടന്നു പോകാനുള്ള എല്ലാ ചാലുകളിലും വെള്ളം കെട്ടി നിൽക്കുക. മഴ പെയ്താൽ എല്ലായിടത്തും വെള്ളം കെട്ടി ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ പന്ത് കളിച്ച് നടക്കുന്ന മാതിരിയാണ് റോഡിലേക്ക് കയറുന്നത്. അവിടെ കുറച്ച് ഓടിട്ട വീടുകളിലൊക്കെ ഇടിഞ്ഞു വീഴാറായി കിടക്കുകയാണ്. അപ്പോൾ ആ ഓടിട്ട വീടുകൾ ഒരു പുനരുദ്ധാരണ പാക്കേജ് കോർപ്പറേഷൻ തയ്യാറാക്കി അവരുടെ ഒരു പുനരുദ്ധാരിച്ച് അവരുടെ വീട് നല്ല വീടാക്കി കൊടുക്കണം. പിന്നെ ഈ സ്നേഹതീരം MR റോഡ് ചാല് 2 സൈഡ് കെട്ടി റോഡാക്കി ആക്കാനുള്ള സംവിധാനവും കോർപ്പറേഷൻ ചെയ്തു തരണം. ഈ വഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കും വയസ്സായവർക്കും നടന്നു പോകാനും ഏറ്റവും നല്ല സൗകര്യമുള്ള വഴിയാണത്. കയറ്റം കയറാണ്ട് റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനമെന്ന ഇവരുടെ വർഷങ്ങളായുള്ള ആവശ്യം എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാത്തിരിപ്പിലാണ് MR റോഡ് നിവാസികൾ. TCV തൃശൂർ. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധവുമായി മിൽമ തൊഴിലാളികൾ. തിങ്കളാഴ്ച സംസ്ഥാനത്തെ എല്ലാ മിൽമ ഡയറികളും പണിമുടക്കും. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക്. അഡീഷണൽ ലേബർ കമ്മീഷൻ യൂണിയൻ ഭാരവാഹികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിൽ ധാരണയായില്ലെങ്കിൽ പണിമുടക്കുമായി മുന്നോട്ടു പോകും. 2023 പുതിയ ശമ്പള പരിഷ്കരണ കരാർ ഒപ്പുവച്ചിരുന്നെങ്കിലും ഇത് നടപ്പിലാക്കിയില്ല. തുടർന്നാണ് തൊഴിലാളി സംഘടനകൾ പണിമുടക്കിലേക്ക് കടക്കുന്നത്. പാൽ ശേഖരണവും വിതരണവും തടസ്സപ്പെടും. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ചന്തപുര ജംഗ്ഷനിൽ ദേശീയപാതയുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത റോഡ് നിർമ്മാണ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. നവീകരണം നടക്കുന്ന ദേശീയപാതയിൽ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് വാഹനയാത്ര ദുഷ്കരമായ അവസ്ഥയാണുള്ളത്. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭാ ചെയർമാന്റെ ഇടപെടലുണ്ടായത്. TKS പുരം ക്ഷേത്രത്തിന് സമീപം ബൈപ്പാസ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും നടപടി സ്വീകരിക്കണമെന്ന് ചെയർപേഴ്സൺ കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടു. ചെറുവത്താനി സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ശ്രീശാന്ത്, ഷിജിത്ത്, വിഷ്ണുരാജ് എന്നിവരെയാണ് റിമാൻഡിൽ കഴിയുന്നതിനിടെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. ചെറുവത്താനി വലയിപ്പറമ്പ് അമ്മാട്ടുവീട്ടിൽ രവീന്ദ്രന്റെയും രത്നയുടെ മകൻ വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തുക്കളുമായുണ്ടായ തർക്കത്തിനിടെ കഴുത്തിലെ നരമ്പിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജഹാന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കുന്നംകുളം CCTVയുടെ 18ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് പ്രൗഢഗംഭീരമായി. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ 800-ലേറെ വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡും പുരസ്കാരവും നൽകി അനുമോദിച്ചത്. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. പഠനത്തിൽ മികവ് പുലർത്തിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് CCTVയുടെ സ്കോളർഷിപ്പ് ചടങ്ങിൽ വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുരളി പെരുന്നെല്ലി MLA, 24 ന്യൂസ് ചാനൽ ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PK ഷബീർ, ന്യൂസ് മലയാളം മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദീഖ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ചെയർമാൻ KC ജോൺസൺ, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, സിഡ്കോ ഡയറക്ടർ PM നാസർ തുടങ്ങിയവർ സംസാരിച്ചു. വാസ്തുവിദ്യ ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്, ഫിലിം എഡിറ്റർ V. വേണുഗോപാൽ, ഗണിതശാസ്ത്രജ്ഞൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്,
പ്ലസ് 2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ കെൻസാറിസ് ജോണി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. കെഎൽ ജോസ്, പല്ലവി ഉണ്ണികൃഷ്ണൻ, പി രാധാകൃഷ്ണൻ, സന്തോഷ് ചെറിയാൻ, ആൽബിൻ ബിജു, ഗിസ്റ്റോ ജോസ് എന്നിവരുടെ സ്മരണാർത്ഥമുള്ള എൻഡോമെന്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഇന്റർനാഷണൽ ട്രെയിനറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിന്റെ കരിയർ ഗൈഡൻസ് ക്ലാസോടുകൂടിയാണ് പുരസ്കാര വിതരണ ചടങ്ങിന് തുടക്കമായത്. മാധ്യമ മേഖലയിലെ വൈവിധ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ചാനലുകളെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏഴാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ഞായറാഴ്ച തൃപ്രയാർ കിഴക്കേനട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 പഞ്ചായത്തുകളിലായി SSLC പ്ലസ് 2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 465 വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും പുരസ്കാരവും നൽകി ആദരിക്കും. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷനാകും. റിപ്പോർട്ടർ TV എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ, ന്യൂസ് മലയാളം മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദീഖ്, ET ടൈസൺ MLA തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ TD സുഭാഷ്, EL ടോണി, രഘു പുളിക്കൽ, TM റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാകൃത സ്വഭാവമുള്ളവരെ ധാർമ്മിക ബോധത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാൻ വായനാശീലം കൊണ്ട് സാധ്യമാകുമെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിവിധ പഠന വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ വാരാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബെന്യാമിൻ. അപരജീവിതാനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് ജീവിതത്തെ നിത്യനൂതനങ്ങളാക്കി നിലനിർത്താൻ പുസ്തകങ്ങൾ സഹായിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളെ സാംശീകരിച്ച് അവ നമ്മുടേതു കൂടിയാക്കാൻ പുസ്തക വായന നമ്മെ പ്രാപ്തരാക്കുമെന്നും ബെന്യാമിൻ പറഞ്ഞു. അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ CMI അധ്യക്ഷനായി. ചീഫ് ലൈബ്രറിയൻ ഡോക്ടർ AT ഫ്രാൻസിസ്, ഓങ്കോളജിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ സുനു ലാസസേറിയർ, C ഗ്ലാഡിസ് ജോർജ്, ഫാദർ ആന്റണി മണ്ണുമൽ തുടങ്ങിയവർ സംസാരിച്ചു. അമല മെഡിക്കൽ കോളേജിൽ അധ്യാപകർ എഴുതിയ 3 പുസ്തകങ്ങൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ആമ്പല്ലൂർ ജംഗ്ഷന് സമീപം നീർത്തടത്തിൽ ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. മാലിന്യം കുമിഞ്ഞു കൂടിയതോടെ പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവും ഈച്ചശല്യവും മൂലം പ്രദേശവാസികളും പൊറുതിമുട്ടുകയാണ്. മാലിന്യം കൊണ്ടുവന്ന് തള്ളിയ വാഹനത്തിൽ നിന്നും മലിനജലം റോഡിൽ പരന്നിട്ടുണ്ട്. മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നത് മൂലം പ്രദേശത്ത് രോഗങ്ങൾ പടരാനും സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിലാണ് മാലിന്യം കൊണ്ടുവന്നിടുന്നത്. CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ചിറ്റിലപ്പള്ളി സെന്ററിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ചിറ്റിലപ്പള്ളി കുന്നത്ത് ലിജോയുടെ ഭാര്യ ശീതളിനാണ് പരിക്കേറ്റത്. എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ശീതളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരോട്ടിച്ചാലിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. പാടം വഴി സ്വദേശി ആച്ചേരിക്കുടിയിൽ പൌലോസിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കിണറിന്റെ ചുറ്റുമതിൽ ഉൾപ്പെടെ കിണറിലേക്ക് പതിച്ചു. വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന 7 കോൽ താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞത്. ഇതോടെ കിണറിലെ വെള്ളവും ഉപയോഗശൂന്യമായി. BJPയുടെ നേതൃത്വത്തിൽ പെരുവല്ലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുല്ലശ്ശേരി പഞ്ചായത്ത് 2ാം വാർഡ് അംഗം TG പ്രവീണിനെതിരെ ഇടതുമുന്നണി നടത്തുന്ന പ്രചാരണങ്ങൾക്കെതിരെയായിരുന്നു BJPയുടെ പ്രതിഷേധം. ഏറെക്കാലമായി 2ാം വാർഡിൽ നടക്കാതിരുന്ന വികസന പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയതിൽ ഇടതുമുന്നണി വിറളി പൂണ്ടതായും കരാറുകാരനെ കൂട്ടുപിടിച്ച് ആരോപണമുന്നയിക്കുകയാണെന്നും BJP നേതാക്കൾ പറഞ്ഞു. സുബിൻ പൊഞ്ഞരയ്ക്കൽ, സുനീഷ് പൊഞ്ഞരയ്ക്കൽ, ഹരീഷ് ആനേടത്ത്, ശ്രീനിവാസൻ പണിക്കശ്ശേരി എന്നിവർ പ്രതിഷേധ പൊതുയോഗത്തിൽ സംസാരിച്ചു. ഇടതുമുന്നണി മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 2ാം വാർഡ് അംഗം TG പ്രവീൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. CPM അന്നകര ലോക്കൽ സെക്രട്ടറി AR സുഗുണൻ അധ്യക്ഷനായിരുന്നു. VK രവീന്ദ്രൻ, KP ആലി, ശ്രീദേവി ജയരാജൻ, ഗീതാ ഭരതൻ എന്നിവർ സംസാരിച്ചു.
കിടങ്ങൂർ സ്വദേശിയായ യുവാവ് ഗൾഫിൽ വെച്ച് മരിച്ചു. മരത്തങ്കോട് കിടങ്ങൂർ കൊട്ടാരപ്പാട്ട് സോമന്റെ മകൻ ശില്പി സാഗറാണ് ഫുജേറയിൽ വെച്ച് മരിച്ചത്. 28 വയസ്സായിരുന്നു. ചെറുതും വലുതുമായ വേഷങ്ങളിൽ 100-ലധികം സിനിമകൾ, എല്ലാം പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ, തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് യുവനടിമാരുടെ മുൻനിരയിലേക്ക് ചേക്കേറിയ അമ്പിളി ഔസേപ്പിന് ഉള്ളത്. വെടിക്കെട്ടിന് തിരികൊളുത്തണവരെ പോകാൻ തള്ളി ഇരുന്നോ? ഒരു മാസമായില്ലേ ഇവിടെ കുത്തിരിപ്പ് തുടങ്ങിയിട്ട്. വല്ല പണിയുണ്ടോന്നൊന്ന് അന്വേഷിക്കും മനുഷ്യ. അഭിനയ രംഗത്ത് ഒരു പതിറ്റാണ്ട് തികയ്ക്കുമ്പോൾ കയ്പമംഗലത്തേക്ക് ജീവിതം പറിച്ചുനട്ട അമ്പിളി പുരസ്കാരങ്ങളുടെ നിറവിലാണ്. സത്യജിത്ത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2023 മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് അഭിനയത്തിന്റെ അമ്പിളി കലയ്ക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച അംഗീകാരം. നാടക പ്രവർത്തകനും കലാകാരനുമായിരുന്ന തോപ്പിൽ ഔസേപ്പിന്റെ മകളായ അമ്പിളിക്ക് അഭിനയം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അതിനാൽ അഭിനയത്തിൽ ഹരിശ്രീ കുറിച്ചതും നാടകത്തിൽ തന്നെയായി. ചെറുപ്പത്തിലെ അരങ്ങിൽ നിറഞ്ഞു നിന്നതോടെ ഏത് കഥാപാത്രങ്ങളും അമ്പിളിക്ക് വഴങ്ങി. അത് മലയാള സിനിമയിലേക്കുള്ള വഴികാട്ടിയുമായി. മുരളി ഗോപിയും ആസിഫ് അലിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാറ്റ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അമ്പിളി മലയാള സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചത്. വേഷം ചെറുതും ഒപ്പം സിനിമയിൽ തുടക്കക്കാരിയായിരുന്നിട്ട് പോലും അഭിനയ മികവുകൊണ്ട് അമ്പിളി പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. പിന്നീട് നിരവധി സിനിമകൾ അമ്പിളിയെ തേടിയെത്തി. എല്ലാ കഥാപാത്രങ്ങളും വേറിട്ട അഭിനയ ശൈലി കൊണ്ട് അമ്പിളി മികവുറ്റതാക്കി. പക്ഷേ ഒരു നടിയെന്ന നിലയിൽ വെള്ളിത്തിരയിൽ തിളങ്ങിയെങ്കിലും വേണ്ടത്ര താരപരിവേഷം തനിക്ക് ലഭിച്ചില്ലെന്ന പരിഭവം അമ്പിളിയുടെ വാക്കുകളിൽ നിറയുന്നു. 100ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. വലിയ കഥാപാത്രങ്ങളും ചെറിയ കഥാപാത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് 100ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അഭിനയിച്ച സിനിമകൾ ഒരു 5-6 സിനിമകൾ ഒരു ദിവസം ഇരുന്ന് കാണുന്ന ഒരാൾക്ക് പോലും ഇത് തന്നെയാണോ ഞാൻ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കഥാപാത്രങ്ങളും. പലരും പറയുന്നത് അത് ഭാഗ്യമെന്നാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പം അത് വിഷമമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും ആളുകൾ തിരിച്ചറിയണില്ല എന്നുള്ളത്. സൂപ്പർ താരങ്ങൾക്കൊപ്പം വെള്ളിത്തിരയിൽ നിരവധി വേഷങ്ങൾ പകർന്നാടിയെങ്കിലും ആൾക്കൂട്ടങ്ങളിൽ പലരും തന്നെ തിരിച്ചറിയാതെ പോകുന്നുവെന്നാണ് അമ്പിളി പറയുന്നത്. ഒരു തരത്തിൽ അത് അനുഗ്രഹമായി മാറിയെന്ന സ്വയം തൃപ്തിപ്പെടാനും താരം മറക്കുന്നില്ല. ഓരോ സിനിമകൾ കഴിയുമ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം അമ്പിളിയെ നേരിട്ടുമല്ലാതെയും അഭിനന്ദനം അറിയിക്കാറുണ്ട്. അടുത്തിടെ തിയേറ്ററുകൾ നിറഞ്ഞു ചിരിച്ച മന്ദാകിനി എന്ന ചിത്രത്തിലെ മുഴുനീള കഥാപാത്രമായ വിജയലക്ഷ്മിയാണ് അമ്പിളിയുടെ കരിയറിനെ ഏറ്റവും ഉയരങ്ങളിലെത്തിച്ചത്. റിലീസിംഗിനൊരുങ്ങുന്ന 5 ചിത്രങ്ങളിലും അമ്പിളി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളിലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. ഹ്രസ്വ ചിത്രങ്ങളിൽ ഉൾപ്പെടെ തിളങ്ങിയ അമ്പിളിക്ക് ഇപ്പോൾ അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നുകൂടി ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട്. അഭിനയത്തിനു വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ പ്രതിഭ പുതിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. TCV ന്യൂസ്, കയ്പമംഗലം. അന്തിക്കാട് സർക്കാർ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കും ഭരണകൂടത്തിന്റെ അനാസ്ഥയ്ക്കുമെതിരെ അന്തിക്കാട് BJP പഞ്ചായത്ത് കമ്മിറ്റി അന്തിക്കാട് ആശുപത്രിക്ക് മുമ്പിൽ ഉപവാസ സമരം നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പുളിക്കത്തറ അധ്യക്ഷനായി. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ്, ബിപിൻ ദാസ് കൂട്ടാല, ജോഷി ബ്ലാങ്ങാട്ട്, ഗോകുൽ കരിപ്പിള്ളി എന്നിവർ സംസാരിച്ചു. അപ്പൊ നിങ്ങൾ പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന ഒരു പരിഗണനയെങ്കിലും പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 22ാമത് സംസ്ഥാന അമേച്ചർ വുമൺ റസ്ലിംഗ് 59 കിലോഗ്രാം വിഭാഗത്തിൽ റെനീസ MR സ്വർണം നേടി. അടുത്ത ആഴ്ച തമിഴ്നാട്ടിൽ വെച്ച് നടക്കുന്ന സൗത്ത് സോൺ റസ്ലിംഗ് മത്സരത്തിൽ റെനീസ പങ്കെടുക്കും. തൃശൂർ വിമല കോളേജിൽ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. 125 കിലോഗ്രാം വിഭാഗത്തിൽ റെനീസയുടെ സഹോദരൻ റൈസുദ്ദീൻ സ്വർണം നേടി. മാറമ്പിള്ളി MES കോളേജിൽ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ആദൂർ മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങളുടെയും നൌഷിജയുടെയും മക്കളാണ് ഇരുവരും. റേസ് കാലുകൊണ്ട് കളിച്ചിട്ട് ആ വടിയിൽ പോയി, അതാണ് പ്രശ്നം. തിരിച്ച്
1 മിനിറ്റ് 30 സെക്കൻഡ് തിരഞ്ഞെടുത്തു. സ്കോർ 8-0. 8-0. കേരള ജൈവ കർഷക സമിതി ജില്ലാ സമ്മേളനം കലേറ്റുങ്കരയിൽ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് ശിവരാമൻ തുമ്പരത്തി അധ്യക്ഷത വഹിച്ചു. തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് നിംബ ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗം മിനി സുധീഷ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സ്റ്റെല്ല വിൻസെന്റ്, വനമിത്ര പുരസ്കാര ജേതാവ് VK ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി ശിവരാമൻ തുമ്പരത്തിയെയും സെക്രട്ടറിയായി നിഷ അപ്പാട്ടിനെയും തെരഞ്ഞെടുത്തു. പൊയ്യ പഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡ് വിതരണം പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അധ്യക്ഷനായി. സാബു കൈതാരൻ, റീന സേവ്യർ, ജോളി സജീവ്, രാജേഷ് മോഹൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം തൊഴിലിന്റെ അലവൻസ് കൈപ്പറ്റുന്നതിനെതിരെ CPIM പരാതിയുമായി രംഗത്ത്. ചേലക്കര പഞ്ചായത്തിലെ 20-ാം വാർഡംഗം തൊഴിലുറപ്പിൽ പണം പറ്റുന്നതായുള്ള പരാതിയുമായാണ് CPIM ചേലക്കര ഏരിയ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത്. രാവിലെ തൊഴിലുറപ്പ് മസ്ട്രോളിൽ ഒപ്പിട്ട ശേഷം ഫോട്ടോ എടുത്ത് മടങ്ങുന്നതായും ഒപ്പം പഞ്ചായത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നതായും CPIM ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TN പ്രഭാകരൻ ആരോപിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ SC കോളനികൾക്കും പുതിയ നാമകരണം നൽകുമെന്ന് ET ടൈസൺ MLA. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത് കോളനി നിവാസികളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും പേര് മാറ്റുക. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, നിഷ അജിതൻ, സീനത്ത് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തളർന്നു വീണ മധ്യവയസ്കന് സഹായമെത്തിച്ച് ഐസ്ക്രീം കച്ചവടക്കാരനായ നിഷാദ് വരവൂർ. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ഭാരതപ്പുഴയോരത്ത് തിരുവനന്തപുരം സ്വദേശി തളർന്നു വീണത്. ഇയാളുടെ കൈവശം വിലപിടിപ്പുള്ള വസ്തുക്കളും ഉണ്ടായിരുന്നു. പ്രാഥമിക ശുശ്രൂഷ നൽകിയ നിഷാദ് ഷൊർണൂർ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘമെത്തി ഇദ്ദേഹത്തെ കൊണ്ടുപോയി. ഭാരതപ്പുഴയിൽ വെള്ളത്തിൽപ്പെട്ട നിരവധി പേരെ നിഷാദ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ അകപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനുള്ള സജ്ജീകരണങ്ങളോടെയാണ് ഇദ്ദേഹം ഐസ്ക്രീം കച്ചവടം നടത്തുന്നത്. അപ്പോൾ സാമൂഹ്യ വിരുദ്ധർ അവിടെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അയാളുടെ സാധനങ്ങൾ നഷ്ടപ്പെടുന്നുള്ളൊരു ഇത് തോന്നി. പോലീസുകാരെ അറിയിച്ചു, പോലീസിൽ ഏൽപ്പിച്ചു. അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അയാൾ നോർമലായിട്ടാണ് പിന്നെ വിട്ടത്. എങ്ങോട്ട് വന്ന ആളായിരുന്നു? ആള് കമ്പ്യൂട്ടറിന്റെ എക്സ്പെർട്ട് എന്ന് പറഞ്ഞത് ആള് പറഞ്ഞത് അതാണ്. തോളൂർ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, KG പോൾസൺ, ശ്രീകല കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിലും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ തലോർ ദീപ്തി സ്കൂളിനെയും നന്മണിക്കര പഞ്ചായത്ത് ആദരിച്ചു. സിനി ആർട്ടിസ്റ്റ് ഡെയിൻ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായി. പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ അമൽ ആന്റണി, ഗായിക സ്നേഹ ജോൺസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി, റനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഡെയിനെയും അമലിനെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് അഭിവാദ്യം. നാളത്തെ നമ്മുടെ നാടിനെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചറിയൽ കാർഡ് പ്രിന്റ് ചെയ്യാവുന്ന ഇലക്ട്രോണിക് ഉപകരണം വഴിപാട് ലഭിച്ചു. പൊന്നാനി കടവനാട് കൊത്തോളിപ്പറമ്പിൽ ഹരിദാസനാണ് ഉപകരണം സമർപ്പിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. VU രാധാകൃഷ്ണൻ രചിച്ച മഹാഭാരതം പ്രകൃതി ഭാരതം എന്ന പുസ്തകം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രകാശനം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഏറ്റുവാങ്ങി. V മുരളി അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കർ, പ്രൊഫസർ MK ഹരിനാരായണൻ, പ്രസാദ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു.
തെക്കുംകര പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ PR രാധാകൃഷ്ണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനിത, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പാർലിക്കാട് ബസ് സ്റ്റോപ്പിന് സമീപം വലിയ മരക്കൊമ്പ് പൊട്ടി വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. പാർലിക്കാട് സ്വദേശി പുത്തൻവീട്ടിൽ ആദിലിനാണ് പരിക്കേറ്റത്. നടന്നു പോകുന്നതിനിടെ മരക്കൊമ്പ് പൊട്ടി വീഴുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് മേഖലയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3551 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊയ്ത്ത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിച്ചില്ല. കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിൽ 22 ഏക്കർ വിരിപ്പു കൃഷിക്കായി തയ്യാറാക്കിയ നാറ്റടികൾ കർഷകർ വിഷം തെളിച്ച് നശിപ്പിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമായി. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. 3 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കടവല്ലൂർ മുക്കൂട്ട റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.